2007 April 6th. Let's go back to the day when the movie Chata Mumbai was released. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് PVR ട്രിവാൻഡ്രം ലുലു മോളിന്റെ PVRന്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ ഈ വർഷത്തെ 2007 ഏറ്റവും ഹിറ്റ് പടമാണോ ചോട്ടാ മുംബൈ എന്നറിയാൻ നമ്മൾ പോവുകയാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞിങ്ങനെ തിയേറ്ററിന് വെളിയിൽ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് റെസ്പോൺസ് അറിയണം. നമുക്ക് വലിയ ആരവം കേൾക്കാൻ പറ്റുന്നുണ്ട്. പാട്ടൊന്നും അടിപൊളി മൂവി. തമാശനൊക്കെ കണ്ണ് സന്തോഷം. ഒരു റിക്വസ്റ്റേ ഉള്ളൂ, വൈബുള്ള ആൾക്കാരെ ഉള്ള തിയേറ്ററിൽ പോകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡബിൾ ആയിട്ട്. നമ്മുടെ ഇമോഷൻ അനുസരിച്ചുള്ള മ്യൂസിക്, അതുപോലെ തന്നെ നമുക്ക് വൈബ് ചെയ്യാൻ പറ്റിയ അടിപൊളി സോങ് അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ സൂപ്പർ എക്സ്പീരിയൻസ് മസ്റ്റ്. ബിഗ് ഫാൻ. ഇന്ന് ഞാൻ വീണ്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇത് ഇഷ്ടംപോലെ ആൾക്കാർ ഇത് സെയിം റെസ്പോൺസായിട്ട് പോകുന്നത്. മാമിന് അത്രയും പറയാം, ലൈറ്റ് വരെ ഓഫാക്കി അതുപോലെ ആൾക്കാർ ഇരമ്പിയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ഇറക്കി വിടാൻ വേണ്ടിയാണ് ലൈറ്റ് വരെ ഓഫാക്കി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയുന്നില്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. രാഹുൽ രാജിന്റെ മ്യൂസിക്, തല, മോഹൻലാലിന്റെ അഴിഞ്ഞാട്ടം, സൂപ്പർ മൂവി ആയിരുന്നു. 2007 വിന്നർ ബിഗ് ബി അല്ല, ആരാണ്? ചോട്ടാ മുംബൈ തന്നെ. സോ ഈ PVRന്റെ ഫ്രണ്ടിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട ക്യാമറ ഗേൾ പാർവതി പ്രദീപിനൊപ്പം റിയ പ്രജിറ്റ് ഹിയർ. താങ്ക് യു ഗൈസ്. ബൈ. ഹലോ എവ്രി വൺ. സോ ഈ വീക്കെൻഡ് ഞാനിവിടെ ട്രിവാൻഡ്രത്ത് തന്നെ അങ്ങ് സ്റ്റേ ബാക്ക് ചെയ്തു. മൺഡേ ടു ഫ്രൈഡേ കോർപ്പറേറ്റ് ലൈഫിൽ നമ്മൾ ആ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിന് ശേഷം ഞാൻ ഫ്രൈഡേ വൈകിട്ട് വീട്ടിൽ പോകാറാണ് പതിവ്. ദിസ് വീക്കെൻഡ് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ വെഡ്ഡിങ് ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ സൺഡേ ഈവനിങ് ആയിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ ഒരു പ്ലാൻ ഉണ്ട്. ഇന്ന് June 8 ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ കാണിച്ചു തരാം. സോ ഇന്ന് എൻ്റെ കൂടെ വേറെ 2 പേരോട് ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. ബാക്കി പോകുന്ന വഴിക്ക് കാണിക്കാം. ഹലോ എവ്രി വൺ. എഗെയിൻ ഞാനിപ്പം വേറൊരു PGയിലാണ് വന്ന് നിൽക്കുന്നത്. PG കാണിച്ചു തരാം. PGയിൽ നമ്മുടെ പ്രിയങ്കരികളായ കുറച്ച് കുട്ടികളാണ്. ഒത്തിരി കാണിക്കാൻ പറ്റത്തില്ല, സോറി. ഇവിടെ ഒരുങ്ങുകയാണെന്ന് തോന്നുന്നു. ഹലോ ഗൈസ്. ഇവരുടെ ഈ കോലത്തിൽ കാണിക്കുന്നതിനെക്കാട്ട് നല്ലത് ഒരുങ്ങിയിട്ട് പിന്നെ കാണിച്ചു തരാം. സോ ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രിയങ്കരികളായ 2 പേരുടെ ഭവനത്തിലാണ്. PG അപ്പാർട്ട്മെൻറ്റ് എന്ത് വേണമെങ്കിലും പറയാം. അവരുടെ റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇനി നമ്മൾ പോകുന്നത് ലുലു മോൾ. അപ്പോൾ ഇതുങ്ങളെ ഒന്ന് ഒരുക്കി ഇറക്കി ചെന്നിട്ട് ഇവരെ നല്ല ഒരുങ്ങിയ കോലത്തിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? അതിലെ താല്പര്യം. അതെ അതെ. സോ നമ്മളെല്ലാവരെയും ഭയങ്കര സുന്ദരിമണികളായിട്ട് കാണിക്കത്തുള്ളൂ. ഓക്കെ, സോ ചിൽഡ്രൻ വെയിറ്റ് ചെയ്യും. സോ നമ്മുടെ 2 പേരെ നമ്മൾ പരിചയപ്പെടുത്താൻ പോവാണ്. വൺ ഇസ് ശ്വേത ശ്രീകുമാർ. വേണ്ട, അടുത്തതായിട്ട് പാർവതി പ്രദീപ്. അതിനെക്കാട്ടി ഓളായിരുന്നു. നമുക്ക് ഒന്നുകൂടെ വൃത്തിക്ക് നമുക്ക് ലുലു മോളിൽ പോയിട്ട് എടുക്കാം. നമ്മുടെ ഊബർ വന്നിട്ടുണ്ട്. സോ നമ്മൾ ലുലുവിലേക്ക് പോവാണ്. ഒരു ബെൽറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അത് വാങ്ങിച്ചില്ല. ആര് വാങ്ങി? ഞാനൊരു ജീൻസ് എടുത്തിറങ്ങാമോ? എന്തായാലും വന്ന് വെറുതെ ആയില്ല ഗൈസ്. അതെ 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 അതെ. പറയൂ. ഹായ് ഗൈസ്, ഞങ്ങൾ വളരെ നേരത്തെ സിനിമയ്ക്ക് വന്നു. ഇപ്പൊ 6:50 കഴിഞ്ഞു. ചെയ്യാറില്ല, എപ്പോഴും ഇതന്നെ അവസ്ഥ.
യെസ് ഫ്രണ്ട്സ്, നമ്മൾ ഇതെല്ലാം വാങ്ങിച്ച് നേരത്തെ എത്തുമെന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ ഏറ്റവും ലേറ്റ് ആയിട്ട് ഐസ്ക്രീം കഴിച്ചിട്ട് കേറാം, ഓടുക. അതെ, ഓടിക്കൊണ്ടിരിക്കുക. ലുലു ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, PVR ആയതുകൊണ്ട് കുറെ നേരം ആഡ് കാണിച്ച് കുറെ നേരം സമയം കളയും. അതെ, നമ്മൾ സിനിമയ്ക്ക് പോണേ. ഞങ്ങളിവിടെ PVRന്റെ ഫ്രണ്ട് നിൽക്കാണ്. ഇതും കൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. സോ അപ്പൊ നമുക്ക് ഇവിടെ ബാഗേജ് റൂമിൽ ലോക്ക് റൂമിൽ ഏൽപ്പിക്കണം. അതെ, 6 അവിടെ ക്യൂ നിൽക്കുകയാണ്. ലുലുവിൽ നിന്ന് വാങ്ങിച്ച സാധനമായതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാം എന്നാണ് ഗൈസ് ഇവർ പറയുന്നത്. OD6 നമ്മള് ഒരു മൂവി കാണാൻ വന്നിരിക്കുകയാണ് PVR. ഏത് മൂവിയാണെന്ന് സക്സസ്ഫുള്ളി ഫ്ലോപ്പ് സിനിമയല്ല. നമ്മൾ എൻജോയ് ചെയ്തു, ഡയലോഗ്സ് നമ്മൾ എൻജോയ് ചെയ്തു, നമ്മൾ വൈബ് ചെയ്തു. പക്ഷെ ഓഡിയൻസ് പോരാ. ഇനി കോട്ടയത്തേക്ക് തന്നെ ഇറങ്ങണം. ട്രിവാൻഡ്രം വൈബില്ല. ഇത്രയും വർഷമായിട്ടും നമ്മള് റിപ്പീറ്റായിട്ടും നമ്മള് റിപ്പീറ്റഡ് കോമഡി വാച്ചായിട്ട് ഒരു പ്രശ്നമില്ല. 10 വർഷം കഴിഞ്ഞ് വീണ്ടും അൺഫോർച്ചുനേറ്റ്ലി ഫിലിമിലെ പകുതി പേര് ഇപ്പൊ ജീവനോടെ ഇല്ല ഓൾമോസ്റ്റ്. ബട്ട് യെസ്, ലെജൻഡ്സ് ജീവനോടെ ഇല്ല.
നമ്മുടെ ആസ് യൂഷ്വൽ സെർവ് ചെയ്യുന്ന ആൾ ഇവളെ തന്നെ. അതെ, സെർവർ. അപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി ബർഗർ കിങ്ങിൽ നിൽക്കാണ്. മൂവിയെ പറ്റിയിട്ട് അതാണ് പണ്ടത്തെ ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്ന ബ്ലെസ്സിങ്. നല്ല മനുഷ്യൻ. പിള്ളേർക്ക് സെൽഫി കൊടുത്തു. പാർവതി പ്രദീപിന് പുള്ളിയായിട്ട് സെൽഫി വേണമെന്നൊക്കെ പറഞ്ഞു. കിട്ടാത്തോണ്ടാണോ? പോട്ടെ, കരയണ്ട. ആക്ച്വലി ലുലു മോളിൽ എൻ്റെ ഒരേ ഒരു പ്ലാൻ എന്ന് പറയുന്നത് എൻ്റെ പ്ലാൻ എന്തായിരുന്നു? സിനിമ കാണുക, ചോട്ടാ മുംബൈ സിനിമ കാണുക. എൻ്റെ പ്ലാൻ ഇവര് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നമുക്ക് പല സാധനങ്ങളും വാങ്ങിക്കണമായിരുന്നു. ലാസ്റ്റ് ഇപ്പം ഞാൻ മാത്രം പൈസ കളഞ്ഞ് നടക്കുന്നു. പിന്നെയും പോകുന്നു ഫാഷൻ സ്റ്റോറിലോട്ട്. പിന്നെ ഇതെവിടെ വെക്കണ്ടേ? ആണോ? പിന്നെയും പോകുന്നു ഫാഷൻ സ്റ്റോറിലോട്ട്. ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. പിന്നെയും കഴിച്ചു. ഈ പെണ്ണ് ഓരോന്ന് വരും. ഞങ്ങൾ ലാസ്റ്റ് ഡേ ഞങ്ങൾ വാങ്ങിച്ചു. നല്ല മുടിയുള്ളത് പ്രശ്നമാണ്. അതെ അതെ അതെ, കണ്ണു വെച്ചുകളെ. ഇവളെ ഒരു ബെൽറ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറി, വാങ്ങിച്ചില്ല. എനിക്കൊരു ഞാൻ വാങ്ങിച്ചു. ഇവളെ ഞാൻ വാങ്ങി സ്ക്രഞ്ച് വാങ്ങിക്കാൻ കയറി. ഞങ്ങൾ രണ്ടുപേരും ഓരോ സ്ക്രഞ്ച് വീതം വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചില്ല. Too bad, Parvati Pradi. I'm feeling really bad. നല്ല കാര്യം. നമ്മുടെ പൈസ പോകുന്നു മിച്ചം. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നു. ആദ്യമായി ശ്വേതാ സുകുമാർക്ക് കുളിക്കാൻ വേണ്ടി ഒരു സോപ്പ്. അതെ അതെ അതെ. ആക്ച്വലി ഇതൊരു ചോട്ടാ മുംബൈ വ്ളോഗ് ആയിരുന്നു. പക്ഷെ ഒരിക്കലും സോറി അല്ല, അതൊരു ലുലു വ്ളോഗായി പോകുന്നു അല്ലാണ്ട്. കാരണം ചോട്ടാ മുംബൈക്ക് നമുക്ക് ഡാൻസ് കളിക്കാൻ നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ നടന്നില്ലല്ലേ. എല്ലാം തേച്ച് നോക്കുവോ? ഇടയ്ക്ക് മുന്നേ ഞങ്ങൾ ഇറങ്ങി കടയൊക്കെ അടച്ചു. ഹലോ, സോ നമ്മുടെ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. നമുക്കറിയാം ചോട്ടാ മുംബൈ 2007 ഏപ്രിൽ 7 റിലീസായി. ഏകദേശം 18 വർഷങ്ങൾക്ക് മുമ്പ് റിലീസായിട്ടുള്ള ചോട്ടാ മുംബൈ ഈ ഒരു ഇയർ 2025 ജൂൺ 6 റിലീസ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഇത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് അതിങ്ങനെ എക്സ്റ്റെൻഡ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ജൂൺ 6 റിലീസായി. ഇന്ന് ജൂൺ 8 നമ്മളത് തിയേറ്ററിൽ പോയി കണ്ടു. നമ്മൾ 2007 6 വയസ്സ്. സോ അപ്പോൾ അന്ന് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടാൽ കൂടി നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഓർമ്മകളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. സോ നമ്മൾ ടി വിയിൽ കണ്ട് അത് നമുക്കൊരു കൾട്ട് ക്ലാസിക് ഒരു പടങ്ങളുടെ കൂട്ടത്തിൽ വരാൻ പറ്റുന്ന മോഹൻലാലിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് എൻ്റർടൈനിങ് ഫിലിംസ് അതിലൊന്നാണ് നമ്മുടെ ചോട്ടാ മുംബൈ എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിൾ സ്റ്റോറി, അങ്ങനെ വലിയ കഥയോ അങ്ങനത്തെ വലിയ കാര്യങ്ങളോ ഉള്ള ഒരു മൂവിയല്ല. ബട്ട് മോഹൻലാൽ, മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ അതിനകത്ത് നമ്മൾ ടി വിയിൽ കണ്ടതുപോലെ അല്ല, ആ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഇങ്ങനെ സട്ടിലായിട്ടുള്ള മോഹൻലാൽസ് എക്സ്പ്രഷൻസ്, ലാലേട്ടൻ്റെ കുഞ്ഞു എക്സ്പ്രഷൻ, അത് ഭയങ്കര കോമിക്കലായിട്ട് അത് ആ ഒരു ബിഗ് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഓ മൈ ഗോഡ് നമ്മളതിങ്ങനെ സംസാരിക്കുകയായിരുന്നു. എനിക്ക് എന്ത് രസമായിട്ടാണ് ചെയ്തത്. ഈ ഒരു റോളിൽ മോഹൻലാൽ അല്ലാതെ വേറൊരാൾ നമുക്കവിടെ പ്ലേസ് ചെയ്ത് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല എന്ന് നമ്മൾ പറയാമായിരുന്നു. സോ ചോട്ടാ മുംബൈ 18 വർഷങ്ങൾക്ക് മുമ്പ് റിലീസായിട്ടുള്ള ആ ചിത്രം ഈ ഒരു ഇയർ റിലീസ് ആകുമ്പോൾ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രം, രാഹുൽ രാജിന് മ്യൂസിക്, ഓ മൈ ഗോഡ് ആ ഒരു മ്യൂസിക്, ആ ഒരു വൈബ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കേൾക്കാൻ വേണ്ടി തന്നെ നമ്മൾ ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ചായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഭയങ്കര നല്ലൊരു നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് പോയതാണ്. ബട്ട് ഒരു ഡിസപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രൗഡ്, നമ്മുടെ ആ ഒരു വൈബ് അത്രയ്ക്ക് വന്നില്ല. നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മളോർത്ത് നമ്മൾ കോട്ടയത്ത് പോയിട്ട് കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു നമ്മൾ വിചാരിച്ചു. ബട്ട്
ഇവിടെ തന്നെ MOT ഇല്ല, മോൾ ഓഫ് ട്രാവൻകൂറിലായിരുന്നു ഏജവാനി ഹൈ ദിവാനി സിനിമയുടെ റിലീസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, അത് എല്ലാ പാട്ടിനും എല്ലാവരും ഇറങ്ങി ഡാൻസ് കളിച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു ക്രൗഡ് പ്രതീക്ഷിച്ചാണ് പോയത്. എന്തായാലും റിലീസ് കാണാൻ വരുന്നവരാരും കഥ കാണാനോ അല്ലെങ്കിൽ എന്താണ് സ്റ്റോറി എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ വരുന്നവരായിരിക്കത്തില്ലല്ലോ. ഓൾറെഡി ഇഷ്ടംപോലെ വട്ടം കണ്ട് വിരളിൽ എണ്ണാവുന്നവർ മാത്രമേ കാണത്തുള്ളൂ ആദ്യമായിട്ട് ആ മൂവി കാണാൻ വന്നിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ക്രൗഡ് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ എനർജി ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ഇൻട്രോ സീൻസ് ഒക്കെ ഒരു ഭയങ്കര കൈയുടെയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ആ ഒരു മെയിൻ ഒരു സാധനം വന്നില്ല. അത് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഓരോ ഡയലോഗ്സ് നമ്മൾ കൂടി ഇത് പ്രോംപ്റ്റ് ചെയ്യുമായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. എല്ലാം ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ അതിൽ ഭയങ്കരമായിട്ടങ്ങ് ഓ മൈ ഗോഡ് ഭയങ്കര രസമായിരുന്നു. ആ ഒരു നമുക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലതായിരുന്നു. അപ്പം ആ ഒരു മൂവിയുടെ റിലീസ് അതൊരു വ്ളോഗ് ആക്കണം എന്ന് ആഗ്രഹം ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓക്കെ, ചെറിയ സംഭവമായിരിക്കും, അത് കുഞ്ഞതായിട്ട് എടുത്ത് വെക്കാം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ മൊത്തത്തിൽ ആ ഒരു വൈബ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോൾ ആൻഡ് PVR ലുലു ആൻഡ് ഛോട്ടാ മുംബൈ, ഇത് മൂന്നും ആയിരുന്നു നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ വെച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒത്തിരി സംസാരിക്കാനോ അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഭയങ്കര ക്രൗഡായിരുന്നു. എസ്പെഷ്യലി സൺഡേ കൂടെ ആയതുകൊണ്ട് ലുലുവിൽ നമുക്ക് നടക്കാൻ പോലും സ്ഥലമില്ല, അതുപോലെ ക്രൗഡായിരുന്നു. അത്രയും വലിയ മോളായിട്ട് കൂടി അത്രയും ആൾക്കാരുണ്ട് ആ ഒരു മോളിൽ. അപ്പോൾ നമുക്ക് ഭയങ്കര പാടായിരുന്നു വീഡിയോസ് എടുക്കാനും, ഭയങ്കര നോയ്സ് ഒക്കെ കാരണം. പക്ഷെ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തു. അത് നമുക്ക് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാം എന്നൊരിതിലാണ് ഞാനിത് ചെയ്തത്. സോ ഇതെല്ലാം ആഡ് ചെയ്ത് ഒരു വീഡിയോ ആക്കി, ഒരു വ്ളോഗ് ആക്കി എൻ്റെ ബ്രിഡ്ജറ്റ് ഡയറീസിൽ ഇടുകയാണ്. നമ്മളിന്ന് ബ്രിഡ്ജറ്റ് ഡയറീസ് പേര് പറഞ്ഞതേ ഇല്ലേ. സോ റിയ ബ്രിഡ്ജറ്റ് എന്ന് ഞാൻ ബ്രിഡ്ജറ്റ് ഡയറീസിലേക്ക് ഒരു ആഡ് ഓൺ ആയിട്ട് എൻ്റെ ഒരു ഇഷ്ടമേഖല, എൻ്റെ ഒരു ഫേവററ്റ് തിങ്, വൺ ഓഫ് മൈ ഫേവററ്റ് തിങ്സ് ആണ് മൂവി വാച്ചിങ് എന്ന് പറയുന്നത്. തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത്, അത് ഏത് തരം മൂവീസ് ആയിക്കോട്ടെ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. സ്മോൾ സ്ക്രീനെക്കാട്ടി കൂടുതൽ ബിഗ് സ്ക്രീനിൽ പോയി മൂവി കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള എന്ന നിലയ്ക്ക് എനിക്ക് ഇത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എൻ്റെ ഫേവററ്റ് തിങ്സ്, വൺ ഓഫ് ദ ഫേവററ്റ് തിങ്സ് ആയിട്ടുള്ള ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളൊരു വ്ളോഗ് കണ്ടു. സോ ദ സെക്കൻഡ് വ്ളോഗ് ഗോസ് ഓൺ ടു ദ മൂവി സെക്ഷൻ. സോ അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. സോ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ വേറെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ശ്വേത ശ്രീകുമാരും പാർവതി പ്രതിഭയായിരുന്നു. അവർക്കൊരു ബിഗ് ഷൗട്ട് ഔട്ട്. സോ അപ്പോൾ അവർ 2 പേരും ഇപ്രാവശ്യം ഇന്നത്തെ വ്ളോഗിലുണ്ടായിരുന്നു. സോ ഡു വാച്ച് ഓൺ ടു മൈ നെക്സ്റ്റ് വ്ളോഗ്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. അതിനകത്ത് ഇനിയും കൂടുതൽ ആൾക്കാർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതെല്ലാം കാണിക്കുന്നതായിരിക്കും. ഇതുപോലെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സ് മാത്രം നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്രിഡ്ജറ്റ് ഡയറീസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം. സോ നിങ്ങളെല്ലാവരും kindly sit and watch these small videos and vlogs from me. So till then, bye from Bridget Diaries. Bye.